Welcome to this video of tidal power energy. Components of a tidal power plant. ഈ വീഡിയോയിൽ components of a tidal power plant എന്താണെന്ന് നോക്കാം. There are three components of a tidal power plant. Number one, dam. Number two, sluiceways. Number three, powerhouse. Dam എന്നാൽ എന്താണെന്ന് നോക്കാം. Dam is to form a barrier between the sea and the basin, or between one basin and the other in case of a multiple basin scheme. So, ഒരു tidal power പ്ലാന്റിൽ ഡാമിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് ടു ഫോം എ ബാരിയർ, ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലം, ഒരു മതിൽ, ബിറ്റ്വീൻ ദ സീ ആൻഡ് ദ ബേസിൻ, കടലും വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന വേറൊരു ബേസിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഡാം, ഒരു ബാരിയർ മതിലാണ് ഡാം. ഓർ ബിറ്റ്വീൻ വൺ ബേസിൻ ആൻഡ് അതർ ബേസിൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ബൈ ദ മെറ്റീരിയൽ അവൈലബിൾ അറ്റ് ദ സൈറ്റ് ഓർ എ നിയർ ബൈ പ്ലേസ്. ഡാം അവിടെ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യണം. As the barrage has to withstand the force of sea waves, the design should be suitable to the site conditions and to economic aspect of development. കടൽ തിരമാലകളുടെ ഫോഴ്സിനെ ഈ ബാരേജ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഓവർകം ചെയ്യേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത ഒരു ഡാം ആയിരിക്കണം. The crest and slopes of the barrage should be armored for protection against the waves. അതുപോലെ ഈ കടൽ അലകൾ തിരയിൽ നിന്നും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്ലോപ്പ് ഉള്ള ഒരു ഡാം അല്ലെങ്കിൽ ബാരേജ് ആയിരിക്കണം. Second part of a tidal power plant is sluiceways. These are used to fill the basin during the high tide or empty the basin during the low tide. As per the operation requirement. വേലിയേറ്റം, വേലിയിറക്കം, ഹൈ ടൈഡ്, ലോ ടൈഡ്, ഇതാണ് ടൈഡൽ എനർജിയുടെ അടിസ്ഥാനം. ഈ രണ്ട് സമയത്തും, അതായത് ഹൈ ടൈഡ് വേലിയേറ്റം, ലോ ടൈഡ് വേലിയിറക്കം, ഹൈ ടൈഡിൽ ബേസിനിലെ വെള്ളം നിറയ്ക്കണം, ലോ ടൈഡിൽ ബേസിനിലെ വെള്ളം കാലിയാക്കണം. ഇതിനെ നമ്മൾ ഒരു ഗേറ്റ് ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സ്ലൂയിസ് വേസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള സ്ലൂയിസ് വേസ് ആണുള്ളത്. ദർ ആർ ക്രസ്റ്റ് ഗ്രേറ്റ്. എന്താണ് ക്രസ്റ്റ് ഗേറ്റ്? ഇതിന്റെ പ്രത്യേകത, these are more prone to damage by wave action and masses carried by the flow. Submerged blades with venturi type. Vertical gates are the natural choice and can be fabricated from stainless steel. ഒന്നാമത് വെള്ളത്തിനുള്ളിൽ മുങ്ങിക്കിടക്കുന്ന ഗേറ്റുകളും, രണ്ടാമത് വെള്ളത്തിൽ മുങ്ങാതെ മതിൽ പോലത്തെ ഗേറ്റുകൾ. മൂന്നാമത് പവർ ഹൗസ്. പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ജനറേറ്റർ ഉണ്ടാവും, ടർബൈൻ ഉണ്ടാവും. ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ജനറേറ്റർ. ഇലക്ട്രിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് മാറാൻ വേണ്ടി മാഗ്നറ്റിനെ തിരിക്കണം. ടർബൈൻ തിരിയുന്നതോടുകൂടി ജനറേറ്റർ തിരിയുകയും അതിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. So according to the suitability, for low heads the following turbines may be used: bulb turbine, tube turbine, straight flow ring type turbine. ഇനി നമുക്ക് ടൈഡൽ പവർ പ്ലാന്റുകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് നോക്കാം. രണ്ട് തരത്തിലുള്ള ടൈഡൽ പവർ പ്ലാന്റുകളാണുള്ളത്. ഒന്ന് സിംഗിൾ ബേസിൻ, രണ്ട് ഡബിൾ ബേസിൻ. ഒന്നാമതായി സിംഗിൾ ബേസിൻ, ഒറ്റ ബേസിൻ മാത്രമാണ് അവിടെ ഉള്ളത്. ഇവിടെ നമ്മൾക്ക് ബാരേജ് എന്ന് പറയുന്ന, ഡാം എന്ന് പറയുന്ന സ്ഥലമാണ് ബാരേജ്. അതിനുശേഷം ടർബൈൻ, പവർ പ്ലാന്റിനുള്ളിൽ ടർബൈൻ ഉണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും ബാരേജ്, അതായത് കടലും ബേസിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മതിലാണ് ബാരേജ്.
അവിടെ തന്നെയാണ് ഒരു സ്ലൂയിസ് വേയും ഒരു പവർ പ്ലാന്റും ഉള്ളത്. അപ്പോൾ ഒരു ബാരേജ് അല്ലെങ്കിൽ ഒരു കായൽ പോലത്തെ സ്ഥലം, ആ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മതിൽ, ബാരേജ്, ദാറ്റ് ഈസ് ടു സെപ്പറേറ്റ് ദ ബേസിൻ ഫ്രം ദ സീ. രണ്ടാമത്, ഈ ബേസിൻ നിറയ്ക്കാൻ വേണ്ടി ഒരു വഴി വേണം. ഹൈ ടൈഡ്, വേലിയേറ്റം സംഭവിക്കുമ്പോൾ കടലിലെ വെള്ളം ഉയരുകയും ആ വെള്ളം ബേസിനെ നിറയ്ക്കുകയും ചെയ്യും. ആ വെള്ളം പോകുന്നത് സ്ലൂയിസ് വേവിലൂടെയാണ് ബേസിനിലേക്ക് പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വേലിയേറ്റം സംഭവിക്കുമ്പോൾ കടലിലെ വെള്ളം പൊങ്ങി ഈ സ്ലൂയിസ് വേയിലൂടെ ബേസിനിൽ പോയി വെള്ളം നിറയ്ക്കും. ദ ടർബൈൻ ജനറേറ്റർ ആർ മൗണ്ടഡ്. ഓട്ടോമാറ്റിക്കലി വേലി ഇറക്കം സംഭവിക്കുമ്പോൾ കടലിലെ വെള്ളം താഴുകയും ഈ ബേസിനിലെ വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ ജനറേറ്റർ, ടർബൈൻ കറങ്ങുകയും അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. സോ ദ ടർബൈൻ ജനറേറ്റർ ആർ മൗണ്ടഡ് ഇൻസൈഡ് ദ ബാരേജ്. ബാരേജിൽ തന്നെയാണ് എന്തുള്ളത്? ടർബൈനും ജനറേറ്ററും ഒക്കെ ഉള്ളത്. സോ ദാറ്റ് മീൻസ് പവർ ഹൗസ് ഈസ് ബിൽറ്റ് ഓൺ ദ ബാരേജ്. ബാരേജിൽ തന്നെയാണ് പവർ ഹൗസും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒരു സിംഗിൾ ബേസിൻ, ഒരു ബേസിൻ മാത്രമേ ഉള്ള ഒരു പവർ പ്ലാന്റിൽ കണ്ടിന്യൂസ് ആയി തുടരെ അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദ പമ്പ്ഡ് സ്റ്റോറേജ് കപ്പാസിറ്റി may be incorporated to fill water to a high level and empty the basin to a lower level. അവിടെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി വെള്ളം ഹയർ ലെവലിലേക്ക് നിറയ്ക്കാനും അതുപോലെ വേലി ഇറക്കം സംഭവിക്കുമ്പോൾ ബേസിനെ കാലിയാക്കാനും ഒരു പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ പമ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? സ്റ്റോറേജ് പ്ലാന്റ് ഈസ് യൂസ്ഫുൾ വെൻ പമ്പിനെ നമ്മൾ പമ്പ് സ്റ്റോറേജ് പ്ലാന്റ് എന്നാണ് പറയുക. അതിന്റെ ജോലി, ഈ പമ്പും കൂടെ ജോലി ചെയ്തിട്ടാണ് വെള്ളം നിറയ്ക്കുകയും കാലിയാക്കുകയും ചെയ്യുന്നത്. അപ്പൊ ലോഡ് സപ്ലൈസ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായകരമായി ഒരു പമ്പ് സ്റ്റോറേജും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി സിംഗിൾ ബേസിൻ പ്ലാന്റിന്റെ ഏകദേശം ഘടനയാണ് നമ്മൾ കണ്ടു. ഒരു ബേസിനുണ്ട്, അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു കടലുണ്ട്, സമുദ്രവും ബേസിൻ തമ്മിൽ ഒരു മതിലുണ്ട്. ആ മതിലിനുള്ളിൽ ഒരു സ്ലൂയിസ് വേ ഉണ്ട് വെള്ളം പോകാൻ വേണ്ടി. ആ ബാരേജിൽ തന്നെയാണ് ഒരു ജനറേറ്ററും ടർബൈനും, അതായത് പവർ പ്ലാന്റ് ഒക്കെ ഉള്ളത്. ഇനി ഈ പ്ലാന്റിന്റെ വേറൊരു വേർഷൻ, സിംഗിൾ ബേസിനിൽ തന്നെ സിംഗിൾ എഫക്ട് എന്ന് പറയുന്നു. ഈ പ്ലാന്റിന്റെ വേറൊരു പ്രത്യേകത, സിംഗിൾ എഫക്ട് പ്ലാന്റ് ആണെങ്കിൽ ഇറ്റ് ജനറേറ്റ്സ് പവർ ഓൺലി വിത്ത് വൺ വേ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ ടർബൈൻ. അതായത് വേലിയേറ്റം സംഭവിക്കുമ്പോൾ വെള്ളം ബേസിനിലേക്ക് കടക്കുമ്പോൾ അവിടെ ഉള്ള വെള്ളം വേലിയിറക്കം സംഭവിക്കുമ്പോൾ ആ ബേസിൽ നിന്നും എന്ത് ചെയ്യുന്നു? വെള്ളം കടലിലേക്ക് ഒഴുകുന്നു. അപ്പൊ ഈ സമയത്ത് മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്ട് പ്ലാന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ പവർ ഇസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ഡ്യൂറിംഗ് ദ വൺ വേ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ ടർബൈൻ. അപ്പൊ ഡ്യൂറിംഗ് ലോ ടൈഡ്, വേലി ഇറക്കം സംഭവിക്കുമ്പോൾ കടലിലേക്ക് ഒഴുകുന്ന വെള്ളം, അതായത് വെള്ളം കടലിലേക്ക് ഒഴുകുന്ന സമയത്ത് മാത്രം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പ്ലാന്റിനെ പറയുന്ന പേരാണ് സിംഗിൾ ബേസിൻ സിംഗിൾ എഫക്ട് പ്ലാന്റ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ദ ബേസിൻ ഇസ് ഫിൽഡ് ഡ്യൂറിംഗ് ഹൈ ടൈഡ് ബൈ ഓപ്പണിംഗ് ദ ഗേറ്റ്സ് ഇൻ ദ ബാരേജ്. ബാരേജിലെ സ്യൂ ഗേറ്റ്സ് തുറന്നു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി വേലിയേറ്റം സംഭവിക്കുമ്പോൾ കടലിലെ വെള്ളം ബേസിൻ നിറയ്ക്കും. ദ വാട്ടർ ലെവൽ ഇൻ ദ ബേസിൻ റീച്ചസ് ദ ക്രസ്റ്റ് ലെവൽ ഓഫ് ദ ടൈഡ്. ബേസിനിലെ വെള്ളത്തിന്റെ നിലയും ആ ടൈഡിന്റെ വേലിയേറ്റത്തിന്റെ ഏറ്റവും മുകളിലത്തെ ക്രസ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും ഹയസ്റ്റ് പോയിന്റിനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ വേലിയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിന്റെ നിലയും ബേസിനിലെ വെള്ളത്തിന്റെ നിലയും സമമാവും. ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ടൈഡൽ റേഞ്ച്. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന അത്രയും വെള്ളത്തിന്റെ ഹൈറ്റ്, ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ക്രസ്റ്റിന്റെ ടോപ്പ് പോയിന്റും
അതുപോലെ ട്രഫിന്റെ ഏറ്റവും താഴത്തെ പോയിന്റ്, അതായത് ലോ ടൈഡ് ആകുമ്പോൾ വെള്ളം ലെവൽ കുറയും. അപ്പോൾ ഇത്രയും ഹൈറ്റിലുള്ള വെള്ളം, ആ വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന് നമ്മൾ ടൈഡൽ എനർജി എന്നാണ് പറയുക. ഇതാണ് ടൈഡൽ എനർജി. ദിസ് ടൈഡൽ റേഞ്ച് ഗിവ്സ് ദ ഹെഡ് ഓഫ് വാട്ടർ ഡ്യൂറിംഗ് ദ ലോ ടൈഡ്. ഇനിയോ ഡ്യൂറിംഗ് ലോ ടൈഡ്, ആദ്യമായി ഈ ലോ ടൈഡ് സംഭവിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് വേലിയിറക്കം സംഭവിക്കാൻ തുടങ്ങുമ്പോൾ, the level in the basin is R. Water is released during the generating mode through the turbine. Spillways located with the barrage into the sea. സാധാരണയായി നദിയുടെ കുറുക്കെ നമ്മൾ ഡാം ഒക്കെ പണിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ നദിയിലെ വെള്ളം നേരെ പോകുന്നതിന് പകരം അത് അവിടെ തടഞ്ഞു നിൽക്കുകയാണ്. അല്ലെങ്കിൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും കുറച്ച് വേറെ വഴിയിലേക്ക് തിരിച്ചുവിട്ട് ഒരു വലിയ റിസർവോയർ ഉണ്ടാക്കി ആ നദിയിലെ വെള്ളം മുഴുവന് വർഷങ്ങളെടുത്ത് ഈ ഡാമിൽ സ്റ്റോർ ചെയ്ത്, എന്നിട്ട് ഈ ഡാമിൽ നിന്നും ഒരു പൈപ്പിലൂടെ, പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ കടത്തി, ഹൈ സ്പീഡിൽ കടത്തി, വളരെ പൊക്കത്തിൽ നിന്നും താഴേക്ക് കടത്തിവിട്ട്, ഈ വളരെ സ്പീഡിൽ ഈ പൊട്ടൻഷ്യൽ എനർജി ഉള്ള വെള്ളം കൈനറ്റിക് എനർജിയായി മാറുമ്പോൾ, ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഈ വെള്ളത്തിന്റെ കൈനറ്റിക് എനർജിയെ നമ്മൾ ഉപയോഗിച്ച് ഒരു ടർബൈൻ അല്ലെങ്കിൽ ജനറേറ്റർ കറക്കുമ്പോൾ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഈ ലോ ടൈഡ് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബേസിനിൽ ഓൾറെഡി ഹൈ ലെവലിൽ ഇരിക്കുന്ന വെള്ളം automatically it will flow through the turbine, because the water will flow from higher potential energy to the lower potential energy. അപ്പോൾ ഹയർ ഹൈറ്റിൽ നിന്നും ബേസിനിൽ ഓൾറെഡി ഹയർ ഹൈറ്റഡ് ആയിരുന്നപ്പോൾ നമ്മൾ ബേസിനിൽ സ്റ്റോർ ചെയ്ത വെള്ളം ലോ ടൈഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് ഹൈ ടൈഡിൽ നിന്നും ലോ ടൈഡിലേക്ക് ജനറേറ്ററിലൂടെ ഒഴുകുമ്പോൾ അവിടെ ജനറേറ്റർ കറങ്ങുകയും അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. So turbines are started only when the head reaches, that is water in the basin is at the high tide level and water in the sea is at the low tide level. ഈ ടർബൈൻ ഓൺ ചെയ്യുന്നത് എപ്പോഴാണ് മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളം, that is the head reaches എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഇൻ ദ ബേസിനിലുള്ള വെള്ളത്തിന്റെ നില ഹൈ ടൈഡ് ലെവൽ, അതായത് വേലിയേറ്റം സംഭവിക്കുമ്പോൾ കടലിലെ വെള്ളത്തിന്റെ നിലയ്ക്ക് ഈക്വൽ ആകുന്ന സമയത്തും, ആൻഡ് ദ വാട്ടർ ഇൻ ദ സീ ലെവൽ ഈസ് അറ്റ് ദ ലോ ടൈഡ് ലെവൽ. അപ്പൊ ഈ ബേസിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 12 മണിക്കൂർ കഴിയുമ്പോൾ വേലിയിറക്കം സംഭവിക്കും. വേലിയിറക്കം സംഭവിക്കാൻ കടലിലെ വെള്ളം താഴേക്ക് പോകും. കടലിലെ വെള്ളം താഴേക്ക് ഏറ്റവും ലോവസ്റ്റ് ലെവൽ എത്തുമ്പോഴാണ് ഈ ടർബൈൻ ഓൺ ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിനെ സിംഗിൾ വേ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഫിക്സഡ് ബ്ലേഡ് ടർബൈൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാല്, പവർ ജനറേഷൻ ഈസ് ഇന്റർമിറ്റന്റ്. എല്ലാ സമയത്തും 24 മണിക്കൂർ നമുക്ക് ഇതിൽ കറണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഈ ബേസിനിൽ വെള്ളം നിറയ്ക്കണം, പിന്നെ കുറെ കഴിഞ്ഞിട്ട് ലോ ടൈഡായി ഉണ്ടാകണം, എന്നിട്ട് കടലിലെ വെള്ളം ഏറ്റവും താഴെ എത്തണം. അപ്പോൾ മാത്രമേ ജനറേറ്റർ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടർബൈൻ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് വെള്ളം കടലിലേക്ക് ഒഴുകുന്നത്. ഈ ഒഴുകുന്ന സമയത്ത് മാത്രമേ ഇലക്ട്രിസിറ്റി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് മോസ്റ്റ്ലി ഡ്യൂറിംഗ് ഓഫ് പീക്ക് ലോഡ് പീരിയഡ്സ് ഓൺ ഡെയിലി ലോഡ് കർവ്സ്. നമ്മൾ വൈദ്യുതി ഉപയോഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലോഡ് ആവശ്യമുള്ള സമയം ആണ് ഈ ഓഫ് പീക്ക് ലോഡ്. ഓഫ് പീക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് പീക്ക് ലോഡ് എന്ന് വെച്ചാൽ ഏറ്റവും ലോഡ് കുറഞ്ഞ സമയത്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ലോഡ് ആവശ്യമുള്ള സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. സോ ദിസ് ഇസ് വാട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ടൈഡൽ പവർ പ്ലാന്റ്. ഇനി മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈഡൽ പവർ പ്ലാന്റിന്റെ ഓപ്പറേറ്റിംഗ് ആൻഡ് ടൈമിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ,
എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.